ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ സ്ഥലം മുഴുവൻ മുതലാളിക്കുള്ളതാ. അതായത് നമസ്കാരം സാർ. നമസ്കാരം. ഇതാണ് മിസ്റ്റർ പുഷ്കരൻ. അകത്തേക്ക് വന്നാട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലോ ഇത്രയും നല്ലത് ഈ കാണുന്നല്ല അവരുടെ സ്വന്തം സ്ഥലമാ. ചവിട്ടല്ലേ 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 പൂ ചവിട്ട. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കും മിസ്റ്റർ പുഷ്കരൻ. ഞാൻ പറഞ്ഞ ഉടനെ ഇരിക്കണം. പറഞ്ഞാൽ ഉടനെ അത് മിസ്റ്റർ പുഷ്കരന് ക്യാമറയുമായി എത്ര വർഷത്തെ പരിചയമുണ്ട്? 6-7 വർഷത്തെ പരിചയമുണ്ട് സാർ. ഓഹോ. സാറ് ഞാനെടുത്ത സ്വിച്ചറൊന്നും കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കൊണ്ടുവരൂ. വെരി ഗുഡ് വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. കൺഗ്രാറ്റുലേഷൻ. പുഷ്കരൻ മൂവി ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളതായി പപ്പുച്ചേട്ടൻ പറഞ്ഞല്ലോ. നീ ഏതാണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഞാന് ഡോക്യുമെന്ററി പടങ്ങൾ എടുക്കുന്ന ഒരു കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു. പിന്നെന്താ അത് വേണ്ടെന്ന് വെച്ചത്? നഷ്ടമായതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടി. എനിക്ക് ഇതൊരു ഹോബിയാണ്. എന്റെ കയ്യിൽ പലതരത്തിലുള്ള ക്യാമറയുണ്ട്. അയ്യോ, ഒരുപാട്. ഇന്ന് വരെ ഇന്ത്യയിൽ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണം. കൊള്ളാം സാർ. എന്റെയും കൊച്ചുനാൾ മുതൽക്കുള്ള ആഗ്രഹം അതായിരുന്നു സാർ. ഒരു മൂവി ക്യാമറ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, എന്റെ കൊച്ചുനാളോട്ടുള്ള ആഗ്രഹമായിരുന്നു. അതങ്ങോട്ട് കൈ കിട്ടിയായിരുന്നെങ്കിൽ ആ മൂവി. വരൂ മിസ്റ്റർ പുഷ്കരൻ, വയനാടൻ കാടുകളിലെ ആദിവാസികളുടെ ജീവിതം പകർത്തിയാലോ? കൊള്ളാം സാർ, നല്ല ഐഡിയ. പക്ഷെ സാർ അവിടെ പോകുമ്പോ നല്ല ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. അത് മുതലാളി തോക്കണ്ടെന്ന് പറഞ്ഞില്ലയോ? അതേപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ തയ്യാറായാൽ മതി. ഞാൻ തയ്യാറാണ് സാർ. തൽക്കാലം മാസം 300 രൂപ ശമ്പളം തരാം. വലിയ ഉപകാരം സാർ. ഒരു മാസത്തെ ശമ്പളം ഇരിക്കട്ടെ. താങ്ക് യു. പണി പറ്റി. ഇനി ആ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്ന കാര്യം ഞാൻ. പുഷ്കരം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഓ, ഇതിരിക്കട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓ ഓ ഓ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നാണ്. ഇങ്ങോട്ട് വന്ന് ശൈലി അങ്ങോട്ട് വാരി ഇറങ്ങടി. അവൾ അവിടെ ഇരുന്നോട്ടെ. എടാ കോന്തി, എന്തോ ഞാൻ പറഞ്ഞില്ലയോ നമ്മൾ ജയിച്ചു. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. അച്ഛാ, എനിക്കൊരു നല്ല ജോലി കിട്ടി. അമ്മേ, എനിക്ക് നാളെ തന്നെ ഒന്ന് വയനാട്ടിലേക്ക് പോകണം. എന്റെ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് നല്ലതുപോലെ കഴുകി തേപ്പിച്ച് വെക്കണം. ഇതാ അഡ്വാൻസ് കിട്ടിയ 300 രൂപ. എന്താണ് അവന് ജോലി? അവിടുത്തെ മലവർഗക്കാരുടെ ജീവിതം ഫിലിമിലേക്ക് പകർത്തണം. എന്നിട്ടത് ബോംബെയിൽ അയച്ച് അതിന്റെ കാപ്പി എടുത്ത് അതിവിടെ കൊണ്ടുവന്ന് ഫിലിമിലാക്കി നിങ്ങളൊക്കെ കാണിക്കണം. എടാ മോനെ, എന്നാ ഉടനെ പോണോടാ. പോയിട്ട് എപ്പോ വരും? മനസ്സുള്ളപ്പം വരും. ചേടാ, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോ ശൂന്യ സംസാരിക്കുന്നു. അവന് ഇഷ്ടമുള്ളപ്പം വരും. പിന്നെ തിരിച്ചു വന്നിട്ട് മതി കല്യാണമല്ല. അതെ, കുറച്ച് കാശെല്ലാം ഉണ്ടായതിനു ശേഷം സാവകാശമായി നമ്മുടെ വിവാഹം നടത്തും. എന്താ പെണ്ണാളിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? മോളെ, നീ വിഷമിക്കാതിരിക്കൂ. ഞാൻ ഉടനെ തിരിച്ചു വരും. വേഗം ചെന്ന് ചോറും കറിയ കാലമാക്ക. ഊണ് കഴിഞ്ഞ് നമുക്കെല്ലാം കൂടെ കായിപ്പുറം അമ്പലത്തിൽ ഉത്സവം കാണാൻ പോണം. അത് ശരിയാ പൊക്കളയാ. എന്ത് പറ്റിയടി? അമ്മേ, അമ്പലത്തിൽ വെച്ച് പുഷ്കരൻ ചേട്ടനെ പാട്ടം ചേട്ടൻ കുത്തിക്കൊന്നു. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോണോ? ദേവി ബോധിച്ചതാ. അതായത് ഉപ്പപ്പുരമൊക്കെ കാണുന്നത്. മോളെ പോട്ടെ. ഞാനാ മാണിക്ക. നീ വാതിലും പറഞ്ഞേ. എന്തുവാടി അവിടെ ഒരു ബഹളം? നീ ഒന്ന് പറഞ്ഞേ, വാതിലും പറഞ്ഞേ. എന്താ ബഹളം? ഓ, ഒന്നുമില്ലെന്ന്. എന്താ? ഓ, ഒന്നുമില്ല. ആ പാച്ചൻ പുഷ്കരനെ കുത്തിക്കൊന്നെന്ന് അവള് സ്വപ്നം കണ്ടു. ഓ, അത്രേ ഉള്ളൂ. എന്തായാലും കൊച്ചു കുട്ടികളെ പോലെ സ്വപ്നവും നിലവിളിയും കഴിക്കുന്നത്. പറു, കാലത്ത് ആ കനിയാനെ വിളിച്ച് ഒരു ചരടി വെച്ച് ഇവക്ക് കെട്ടണം. ജനിച്ചു കെട്ടിക്കോളാം. നിങ്ങൾ പോയി കിടന്നുറങ്ങ്. കിടന്നുറങ്ങടി.
പെണ്ണാളെ, ഇന്നലെ രാത്രി എന്തിനാ നീ ബഹളം ഉണ്ടാക്കിയത്? ചേട്ടൻ അങ്ങനെ ചോദിക്കാം. ചേട്ടന്റെ നെഞ്ചത്ത് ഒരാള് പിച്ചാത്തി കുത്തി ഇറക്കുന്ന കണ്ടിട്ട് ഞാൻ കരയാതിരിക്കണമല്ലേ? മണ്ടിപ്പെണ്ണെ, അത് സ്വപ്നമല്ലായിരുന്നു. നീ പറയുന്ന കേട്ടാത്തൊന്നും എന്റെ നെഞ്ചിൽ അങ്ങ് കത്തി കുത്തി ഇറക്കി ഞാനങ്ങ് ചത്തുപോയെന്ന്. എന്നാലും എനിക്കത് മറക്കാൻ സാധിക്കുന്നില്ല. ചേട്ടൻ എന്തിനാ ഇപ്പൊ നാട് വിട്ടു പോകുന്നത്? അത് ഞാൻ കാശിക്കോ മറ്റോ പോവുകയാണോ? ഞാൻ 2 മാസം തിരിച്ചു വരില്ലേ? നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കൈ നിറയെ പണമായിട്ട് തിരിച്ചു വരും. എന്തിനാ ഈ പണം? ഈ കായലിൽ കക്കയുണ്ട്, ഞാൻ വാരി വെക്കും, തൊണ്ട് കിട്ടും, തല്ലിപ്പിരിക്കും. എന്റെ ചേട്ടൻ എങ്ങും പോകണ്ട. പെണ്ണാണ്, നീ എന്നെ തടസ്സപ്പെടുത്തരുത്. ഇത്രയും സൗകര്യമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ദൈവത്തെ വിചാരിച്ച് നീ എന്റെ ഈ പോക്ക് തടസ്സപ്പെടുത്തരുത്. പെണ്ണാലെ, കരയാതെ. എന്തായത്? നല്ല ശകുനമാ. എന്റെ പൊന്നുമോൻ, ഇത്രയും നാളും നീ പുറത്തൊക്കെ പോയപ്പോ എനിക്ക് യാതൊരു ദുഃഖം ഉണ്ടായില്ല. ഇന്ന് നീ പോണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നുന്നു. കാടല്ലേ മോനെ? അച്ഛൻ വിഷമിക്കാതിരിക്കണം. മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. യുദ്ധം നടക്കുന്ന ചിത്രങ്ങൾ അച്ഛൻ കണ്ടിട്ടില്ലേ? നിനക്കതൊക്കെ പറയാം. കാടിനെ പറ്റി ഓർക്കുമ്പോ ഞങ്ങളുടെ ചങ്കാ തകരുന്നത്. പിന്നെ 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 അവൻ അതിന് ഒറ്റയ്ക്കാണോ പോകുന്നത്? മുതലാളിയുണ്ട്, മുതലാളിയുടെ തോക്കുണ്ട്. ആ പിന്നെന്നാ പേടിക്കാനാ? എടാ മോനെ, ഇനി നീ പോയിച്ചു വരുമ്പോഴേ എനിക്കൊരു പുലിദാഹം കൊണ്ട് തരണേ. വയനാട്ടിലൊക്കെ ഒത്തിരി കിട്ടുമെന്നാ പറയുന്നേ. എനിക്ക് കാട്ടാനയുടെ ഒരു വാല് വേണം. ഇവക്ക് ഒരു മോതിരം കെട്ടിച്ച് വിരലിട്ട് കൊടുക്കാനാ. നമസ്തേ സാർ. ഞാൻ അല്പം താമസിച്ചു പോയല്ലേ? പുറപ്പെടാം സാർ. വരട്ടെ അമ്മേ. വരട്ടെ പെണ്ണാളെ. നമുക്ക് പുറപ്പെടാം. വരൂ. അപ്പോൾ അവൻ നന്നാകുന്ന ലക്ഷണം ഉണ്ടല്ലോടാ അയ്യപ്പ. ആട്ടെ, കഴിഞ്ഞ ഒരാഴ്ച എന്തായിരുന്നു അവന്റെ പ്രോഗ്രാം? മുതലാളി, എല്ലാം തുറന്നു പറയാൻ പോകുമ്പോ ഒന്നും തുറന്നു ചോദിക്കാതെ ഇരിക്കുന്നതും ഒരു സ്റ്റൈലല്ലേ? നിന്റെ സ്റ്റൈല്. എടാ, ഞാൻ അവന്റെ അച്ഛനാണ്. ഞാനിങ്ങനെ വയസ്സായ കാലത്ത് രാവും പകലും നടന്ന് ബിസിനസ് ചെയ്യുന്നത് അവന് വേണ്ടിയാണെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ പൊന്നു മുതലാളി, അത് ചില ജനനത്തിൻ്റെതാ. ഇത് പഴയ കാലമൊന്നും അല്ല മുതലാളി. ഇന്നാളെ എന്റെ മകൻ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ 60 വയസ്സായില്ലേ, എനിക്ക് 20 വയസ്സല്ലേ ആയുള്ളൂ. അച്ഛൻ 60 വയസ്സുകൊണ്ട് കിട്ടിയ അറിവ് എനിക്ക് 20 വയസ്സുകൊണ്ട് കിട്ടുമോ എന്ന്. അയ്യപ്പ, ഓ, നിന്റെ മകൻ ചോദിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്റെയൊക്കെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ കോപ്രാന്തങ്ങളാണ് കാണിച്ചിട്ടുള്ളത് നിനക്ക് അറിഞ്ഞൂടെ അയ്യപ്പ? പിന്നെ എനിക്കറിഞ്ഞൂടെ. നമ്മളന്ന് ആലുവാസി യുവരാത്രി അങ്ങനെ എത്ര സംഭവങ്ങൾ. അന്നെല്ലാം എന്റെ അച്ഛൻ എന്നെ ഉപദേശിക്കുമായിരുന്നു, എടാ മോനെ, ഇത് നല്ലതല്ല, നല്ലതല്ല, അരുത് എന്ന്. അന്ന് എനിക്കും അച്ഛന്റെ വാക്കനുസരിക്കാൻ തോന്നി. നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ കാര്യം പോട്ടെ മുതലാളി, രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും അനുസരിക്കാത്ത മക്കളില്ലേ? ശരിയാ,
എഡ്വേർഡ് എട്ടാമൻ ചക്രവർത്തി സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പെണ്ണിന്റെ പുറകെ കൂടെ പോയി. ശ്രീബുദ്ധൻ രാജപദവി ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിന് ഇറങ്ങിപ്പോയി. ശരിയാണാ നീ പറഞ്ഞത്? ശരിയാ. മനുഷ്യന്മാരുടെ കഥ കിടക്കട്ടെ മുതലാളി, നമ്മുടെ ദൈവങ്ങളുടെ കഥ എടുക്കാം. ഗണപതി ഭഗവാന്റെ ഒരു കൊമ്പൊടിഞ്ഞത് എങ്ങനെയാ? വെറും കുടുംബകലഹം. ഞാനും ഇനി അങ്ങനെ ആശ്വസിക്കാൻ പോവുക. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണോ ഇഷ്ടപ്പെട്ട ജീവിതമോ എന്ത് വേണമെങ്കിലും അവൻ തന്നെ അങ്ങ് തീരുമാനിച്ചോട്ടെ. എന്നാ പിന്നെ ജയിച്ചു, മനസമാധാനത്തോടു കൂടി ഉറങ്ങാമല്ലോ. എന്നാണ്ട് സർ, എന്തോ എന്നാലും അവൻ ഇപ്പൊ എങ്ങോട്ട് പോയിരിക്കുമടാ? പിന്നെയും തന്നെ ഏതാണ്ട് തോക്കോ ക്യാമറയോ കുപ്പികളോ എല്ലാം കൂടെ കാറ് കയറ്റി വയനാട്ടിലേക്കോ മറ്റോ പോയതാ. മുറി ഉണ്ടോ ഇവിടെ? ഉണ്ട് സാർ. എന്നാ മിസ്റ്റർ പുഷ്കരൻ, നമുക്ക് ഇന്ന് ഇവിടെ താമസിച്ച് നാളെ വയനാട്ടിലേക്ക് പോവാം. ശരി സാർ. എന്നാ നിങ്ങൾ പോയി കുളിച്ച് ഊണൊക്കെ കഴിച്ചൊന്ന് വിശ്രമിക്കൂ. ശരി. നിന്റെ പല്ലുകടിയൊന്നും ഇവിടെ വെച്ച് വേണ്ട, കാട്ടിൽ വെച്ച് അതിനുള്ള സന്ദർഭം കിട്ടും. ദൈവം പോലും അറിയാതെ അവന്റെ കഥ കഴിക്കണം. അത്രയ്ക്കൊന്നും ക്ഷമിക്കാൻ പാത്രം ഒക്കുന്നില്ല കുഞ്ഞെ. മടയത്തരം കാണിക്കരുത്. ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചുകൊണ്ട. മതി എന്താ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ കൈ വല്ലാതെ വിറച്ചിരുന്നത്. വിവാഹത്തിന് മുൻപ് എത്ര മൂച്ചടിച്ചാലും കൈ ഇങ്ങനെ കിട്ടിക്കിട്ടീന്ന് വിറക്കും. അതെന്താ ശീല അങ്ങനെ ഈ നമ്മുടെ മതിവിധു ആഘോഷങ്ങളിൽ ഇങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. എന്തോ കൊണ്ട് പറയണം. അല്ല, മധു കോളേജിൽ പഠിക്കുന്ന കാലത്ത് വല്ല പെൺകുട്ടികളായിട്ട് പ്രേമമോ അടുപ്പമോ വല്ല വാക്ക് കൊടുക്കലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. എന്റെ ശീലേ, എന്തോ എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആദ്യമായി തൊടുന്നത് നമ്മുടെ പ്രഥമ രാത്രിയിലായി. ഓ എന്റെ മധു, എന്റെ ഭാഗ്യം. എന്റെയും ഭാഗ്യം. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഷീല തെറ്റിദ്ധരിക്കരുത്. ഷീലയുടെ കോളേജ് ജീവിതത്തിൽ വല്ല അലവലാതി പ്രേമമോ മറ്റോ? കരയല്ല ഷീല. എന്റെ മധു, ഞാൻ ഇന്ന് വരെ ഒരു പുരുഷൻ എന്റെ മുഖത്ത് നോക്കാൻ ഞാൻ ഇടം കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യമായി ഒരു പുരുഷനെ സ്പർശിക്കുന്നത് നമ്മുടെ ആദ്യ രാത്രിയിലാണ്. എനിക്ക് ജീവിതത്തിൽ കള്ളം പറയാനേ അറിഞ്ഞുകൂടാ. എന്നെ പോലെ ഇല്ലേ ശരു? അങ്ങനെ ആയിരിക്കണം എന്റെ ഭർത്താവായ മോഹനും. തീർച്ചയായും. അതായത് നമ്മുടെ കുടുംബ ജീവിതം തുറന്നിടപ്പെട്ട, അതായത് വിരിച്ചിടപ്പെട്ട ഒരു പുസ്തകം പോലെ ഇരിക്കണം. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. എന്റെ പൊന്നു ശാരുവിന് ഈ മോഹൻ പറയും. മോഹൻ, എന്തോ? നമ്മുടെ കല്യാണത്തിന് മുൻപ് മോഹൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്ത്? ആരാണവൾ? എന്റെ അമ്മ. എന്റെ ശാരു, ഈ വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തെ മഹോത്സവമാണ്. അവിടെ കറ പറ്റാതെ കയറി വരുന്നവർ മഹാഭാഗ്യവാന്മാർ. എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ ഒരൊറ്റ പെണ്ണിനെ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ തീണ്ടിട്ടില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. മോഹൻ, കോളേജിൽ പഠിക്കുമ്പം പലരും എന്നെ വല വീശാൻ ശ്രമിച്ചു. പക്ഷേ ഈ ശാരദ ഒന്ന് നോക്കിയാൽ പായൽ മാറുന്നത് പോലെയാണ് പുരുഷന്മാർ ഓടി മറയുന്നത്. എന്റെ കണ്ണുകൾക്ക് അത്ര ശക്തിയുണ്ട്. ധന്യൻ, ഞാൻ ധന്യൻ. അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഒരിക്കലും ഒരു പെണ്ണുമായി ഫോട്ടോ എടുക്കാൻ വന്നു. എന്റെ പെങ്ങൾ അന്ന് ഫോട്ടോ എടുപ്പിക്കാൻ വന്നത്. എന്റെ പെങ്ങൾ. അല്ല, നിങ്ങൾ ഒരിക്കൽ മറ്റൊരാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നില്ല? അതെ, എന്റെ ബ്രദറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നതാ. ഓ, അന്ന് സ്റ്റുഡിയോയിൽ കൂടെ വന്ന ആങ്ങളായിരുന്നു. അതെ, പോകണ്ടല്ലേ.
something help. നീ പക്ഷികളെ കണ്ടില്ല, പക്ഷി ഉപ്പൻ കുരി ചെറിയ കുരി മഴക്കാലത്ത് ഇങ്ങനെ മിസ്റ്റർ ഡോണ്ട് ലുക്ക് അറ്റ് മൈ വൈഫ് ലൈക്ക് ദാറ്റ്. അവളെന്റെ ഭാര്യയാണ്, നിന്റെ ഭാര്യ മരില്ലേ? അല്ല എന്താ ഇത് കുടിച്ചിറക്കുന്നത്? തോന്നുന്നു. എനിക്ക് കിറുക്കാണ് പെങ്ങളെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ അന്നത്തെ ചൂരൽ പ്രയോഗം മറന്നുപോയോ? സത്യം തുറന്നു പറയടി, നിനക്ക് ആൺലില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പെങ്ങളില്ലാന്നല്ലേ പറഞ്ഞത്? ഏത് പെണ്ണിന്റെ കൂടെ പോയത്? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ പോകും. എനിക്ക് ഇഷ്ടമുള്ള ആണിന്റെ കൂടെ. Your father children, your mother children, your whole family children. ചൂരലിന്റെ കഥ ഞാൻ പറയാം. പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഒരിക്കൽ ഫോട്ടോ എടുക്കാൻ വന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും വന്നതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് മേക്കപ്പ് റൂമിനകത്ത് കയറി എന്തോ കുറച്ച് കശവിഷയൊക്കെ അവസാനം ഞങ്ങൾ ചൂരൽ പ്രയോഗം നടത്തേണ്ടി വന്നു. ഇതാണ് സംഭവം. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാം.